എപ്പിസോഡ് ആരംഭിക്കുന്നത് ജിന്നിനെയും കൂട്ടരെയും കാണിച്ചുകൊണ്ടാണ്. ഹുയിൻ ആരാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ജിൻ ഒരാളെ നിയമിച്ചിരുന്നു. ഹുയിനെ കുറിച്ച് തനിക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം അയാൾ ജിന്നിനോട് പറയുന്നു. അതോടൊപ്പം രാജാവായ ഷെന്നിനെ പറ്റിയും അവൻ പറഞ്ഞ് ജിൻ കൊടുത്ത പണവും വാങ്ങി അവൻ അവിടെ നിന്ന് പോകുന്നു. അയാൾ പോയതും ജിൻ ജാവോനോടും ബാവനോടുമായി ഇപ്പോൾ മനസ്സിലായില്ലേ, ഹുയിനെ നമ്മൾ പേടിക്കണ്ട, അവൻ്റെ വരവിന് യാതൊരു ദുരുദ്ദേശവുമില്ല എന്ന് ജിൻ അവരോട് പറഞ്ഞതും അതിന് മറുപടിയായി ജാവോ, മാസ്റ്റർ നിങ്ങൾ ഹുയിനെ കണ്ണടച്ച് വിശ്വസിക്കണ്ട, അവൻ നല്ലവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല സുയിൻ അവനെ ശ്രദ്ധിക്കണമെന്ന് എന്നോട് പറഞ്ഞതുമാണ്. ഒരു കാരണമില്ലാതെ സുയിൻ അങ്ങനെ പറയില്ലല്ലോ എന്ന് ജാവോ പറഞ്ഞതും അതിഷ്ടപ്പെടാതെ ജിൻ, ഞാനാണോ നിൻ്റെ മാസ്റ്റർ അതോ സുയിനോ? നിനക്ക് അവനെയാണ് ഇഷ്ടമെങ്കിൽ നീ അവൻ്റെ അടുത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് ജിൻ അവനോട് ദേഷ്യപ്പെടുന്നു. ജാവോ ഇത് കേട്ട്, മാസ്റ്റർ എന്നോട് ക്ഷമിക്കും മാസ്റ്റർ, നിങ്ങൾ അന്ന് എന്നെ രക്ഷിച്ചപ്പോൾ തൊട്ട് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാസ്റ്റർ എന്നോട് ക്ഷമിക്കണം മാസ്റ്റർ എന്ന് പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങുമ്പോൾ, നീ ഇപ്പോൾ മിണ്ടാണ്ടിരുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഉറപ്പായും ഇവിടെ നിന്ന് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞ് ജിൻ ദേഷ്യപ്പെട്ടതും ഒന്നും നടക്കാത്ത പോലെ ജാവോ മിണ്ടാണ്ട് നിൽക്കുന്നു. അവന് പേടിയായി, എന്നെങ്ങാനും ജിൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു വിട്ടാലോ. അടുത്ത സീനിൽ കാണിക്കുന്നത് ജിന്നിൻ്റെ അനിയത്തിയായ ജയുവിനെയാണ്. അച്ഛനും അമ്മയും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇവളെ കൂട്ടാത്തതിൻ്റെ സങ്കടത്തിലാണ് ജയു. കരഞ്ഞുകൊണ്ടിരുന്ന ജയുവിൻ്റെ അടുത്തേക്ക് ജിൻ വന്ന് അവളെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ഇതേ സമയം തന്നെ അവനൊരു ഫ്ലാഷ് ബാക്കും ഓർക്കുന്നു. ജിൻ ഒരു കൊട്ടാരത്തിലേക്ക് പോകുന്നു. ആ കൊട്ടാരത്തിൻ്റെ അകത്ത് കയറിയ ജിൻ കാണുന്നത് മരിച്ചു കിടക്കുന്ന ആളുകളെയാണ്. അത് കണ്ടു ഭയന്ന ജിൻ തൻ്റെ ഫ്രണ്ടിൻ്റെ പേരും വിളിച്ച് അവിടെയെല്ലാം അന്വേഷിക്കുന്നു. അപ്പോഴാണ് കുറച്ച് മാറി തൻ്റെ ഫ്രണ്ട് കിടക്കുന്നത് അവൻ കണ്ടത്. അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോയ ജിൻ അവൻ്റെ കൈ പിടിച്ച് പേടിയോടെ നിനക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ഉത്തരം പറയാതെ ആ ഫ്രണ്ട് ഒരു പെട്ടി കാണിക്കുന്നു. ജിൻ അതിൻ്റെ അടുത്തേക്ക് പോയി ആ ബോക്സ് തുറന്നു നോക്കിയതും കാണുന്നത് ഒരു ചെറിയ പെൺകുട്ടിയെയാണ്. ജിന്നിനെ കണ്ട ആ പെൺകുട്ടി സങ്കടപ്പെടാൻ തുടങ്ങിയതും അവളെ എടുത്തുയർത്തി ഏട്ടനുണ്ട് നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ജിൻ അവളെ ആശ്വസിപ്പിക്കുന്നു. ഫ്ലാഷ് ബാക്ക് അവസാനിച്ചാൽ ജിൻ ജായുവിനോട് നീ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് സങ്കടപ്പെടേണ്ട, ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞ് ജിൻ അവളെ സമാധാനിപ്പിക്കുന്നു. അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നു. പുറത്തിറങ്ങിയ ജിൻ ഹുയിൻ്റെ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട് അവരെ വിളിച്ചെങ്കിലും അവരവനെ മൈൻഡ് ചെയ്യാതെ പോകുന്നു. അവരങ്ങനെ പോയത് കണ്ട ജിൻ, ഇവർക്കെന്തോ ഒരു മര്യാദയില്ല, ഒരാൾ വിളിച്ചിട്ടും മൈൻഡ് ചെയ്യാതെ പോകുന്നു, എങ്ങനെ ഉണ്ടാവാനാ, ഇവരുടെ മാസ്റ്ററുടെ സ്വഭാവമല്ലേ ഇവർ കാണിക്കൂ എന്ന് ജിൻ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് ബാവോ, മാസ്റ്റർ നിങ്ങൾ പറഞ്ഞ മരുന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ ആ മരുന്ന് കൊടുക്കുന്നു. ഇതേസമയം ഹുയിൻ തൻ്റെ ആളുകളോടായി, അന്ന് ആ കൊട്ടാരത്തിലെ ആളുകളെല്ലാം മരിച്ചതല്ലേ, പക്ഷേ ആ പെൺകുട്ടിയുടെ ബോഡി ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ന് അവൻ ചോദിച്ചതും അതിന് മറുപടിയായി അവൻ്റെ ആളുകൾ, മാസ്റ്റർ ഞങ്ങൾ അന്ന് ആ പെൺകുട്ടിയുടെ ബോഡിക്ക് വേണ്ടി ആ കൊട്ടാരം മുഴുവൻ അരിച്ചു പറക്കിയതാണ്, പക്ഷേ ആ പെൺകുട്ടിയുടെ ബോഡി ഞങ്ങൾക്ക് കിട്ടിയില്ല. മാത്രമല്ല അവൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല എന്ന് അവർ പറയുന്നു. അതിന് മറുപടിയായി ഹുയിൻ, നിങ്ങൾക്ക് അക്കൗണ്ട് ബുക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ, എത്രയും വേഗം അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതിന് മറുപടിയായി അവൻ്റെ ആളുകൾ, മാസ്റ്റർ നമുക്ക് ജിന്നിനെ തട്ടിക്കൊണ്ടുപോയാലോ, അപ്പോൾ അവനെ വെച്ച് നമുക്ക് അവൻ്റെ അച്ഛനോട് ആ അക്കൗണ്ട് ബുക്ക് ചോദിക്കാം എന്ന് അവൻ പറഞ്ഞതും അതിന് മറുപടിയായി ഹുയിൻ, നല്ല ഐഡിയയാണ്, പക്ഷേ അവനെയും കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് അവൻ്റെ സ്ഥലമാണ്, ഇവിടെ നിന്ന് അവനെ തട്ടിക്കൊണ്ട് പോവുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഹുയിൻ അവരോട് പറയുന്നു. ഇവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെയാണ് അവിടേക്ക് ഒരാൾ വരുന്നതായി അവർക്ക് തോന്നിയത്. ഹുയിൻ തൻ്റെ ആളുകളോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു. ഇതേ സമയം ജിൻ ഹുയിൻ ഇരിക്കുന്ന മുറിയിലേക്ക് കയറി അവനോടായി, നിനക്കന്ന് ഒരുപാട് മുറിവ് പറ്റിയതല്ലേ, അതൊന്നും ഇതുവരെ ഉണങ്ങിയിട്ടുണ്ടാകില്ല, അതുകൊണ്ട് നീ ഇത് പുരട്ടിക്കോ, ഇത് പുരട്ടിയാൽ 3 ദിവസം കൊണ്ട് നിന്റെ ദേഹത്തുള്ള മുറിവുകളെല്ലാം ഉണങ്ങിക്കോളുമെന്ന് പറഞ്ഞ് ജിൻ തൻ്റെ കയ്യിലുള്ള മരുന്ന് അവന് കൊടുക്കുന്നു. എന്നാൽ അവനത് വാങ്ങാത്തത് കണ്ട്, ശരി ഞാൻ തന്നെ ഇത് നിനക്ക് പുരട്ടിത്തരാമെന്ന് പറഞ്ഞ് ഹുയിനെ തൊടാനായി ജിൻ പോയതും ഹുയിൻ അത് സമ്മതിക്കാതെ അവനിൽ നിന്ന് മാറി നിൽക്കുന്നു. എന്നിട്ട് ജിന്നിനോടായി, നിനക്ക് ഒട്ടും നാണമില്ല ഒരു ആൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ പറയാൻ? അതിന് മറുപടിയായി ജിൻ, ഞാൻ എന്തിനു നാണിക്കണം, എൻ്റെ നാണമെല്ലാം അന്ന് രാത്രി തന്നെ പോയതാണ് എന്ന് ജിൻ ഹുയിനോട് പറഞ്ഞതും ഹുയിൻ ജിന്നിൻ്റെ കഴുത്ത് പിടിച്ചമർത്തിക്കൊണ്ട്, ഇനിയും നീ അന്ന് രാത്രി നടന്ന കാര്യത്തെപ്പറ്റി പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് ഹുയിൻ ജിന്നിനോട് പറയുന്നു. എന്നാൽ ഹുയിൻ പറഞ്ഞത് കാര്യമാക്കാത്ത ജിൻ അവനോടായി, ഈ റൂമിൽ നിന്ന് നല്ല സുഗന്ധം വരുന്നുണ്ട്, അത് നിന്നിൽ നിന്നാണ് വരുന്നത് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ഹുയിൻ്റെ കവിളിലായി ഒരു ഉമ്മ കൊടുക്കുന്നു. എന്നാൽ പെട്ടെന്ന് കിട്ടിയ ഉമ്മയിൽ ഷോക്കായ ഹുയിൻ ബോധം വന്നതും ജിന്നിനെ തൂക്കിയെടുത്ത് പൂച്ചക്കുഞ്ഞിനെ കളയുന്ന പോലെ പുറത്തേക്ക് വലിച്ചെറിയുന്നു. ജിന്നിനെ പുറത്താക്കി വാതിലടച്ച ഹുയിൻ തനിക്ക് നേരത്തെ കിട്ടിയ ഉമ്മയുടെ ഹാങ് ഓവറിൽ ഉമ്മ കിട്ടിയ കവിൾ തൊട്ടുകൊണ്ട് ഷോക്കായതുപോലെ നിൽക്കുന്നു. ഇതേ സമയം ജിന്നിൻ്റെ അച്ഛനും കുറച്ചാളുകളും കൂടിയിരുന്ന് സംസാരിക്കുന്നു. അവർ രണ്ടാമത്തെ രാജാവ് ആക്രമിക്കാൻ വരുന്നതിനെ പറ്റിയും അതോടൊപ്പം അക്കൗണ്ട് ബുക്ക് സംരക്ഷിക്കുന്നതിനെ പറ്റിയും അവർ സംസാരിക്കുന്നു. അക്കൗണ്ട് ബുക്ക് തങ്ങളുടെ കയ്യിലുള്ളിടത്തോളം കാലം തങ്ങളെ ആരും ഒന്നും ചെയ്യില്ല എന്ന വിശ്വാസം അവർക്കുണ്ട്.
അതുപോലെ തന്നെ സൂ കുടുംബത്തിൻ്റെ മരണത്തെക്കുറിച്ചും അവർ സംസാരിക്കുന്നു. അന്ന് സൂ കുടുംബത്തെ ആക്രമിക്കുമ്പോൾ ആ പെൺകുട്ടിയെയും കൊന്നോ എന്നോ അതോ ആ പെൺകുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയില്ല എന്ന് ചുറ്റുമുള്ളവർ പറഞ്ഞതും ജിന്നിൻ്റെ അമ്മ വേഗം ആ പെൺകുട്ടിയും അന്ന് മരിച്ചതാണ് എന്ന് പറഞ്ഞ് ആ സംസാരം അവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗത്ത് ജിന്നിനെ കാണിക്കുന്നു. ജിൻ ആരും കാണാതെ പമ്മി പമ്മി ഒരു സ്ഥലത്തേക്ക് പോകുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ ജിൻ കാണുന്നത് ജാവനെയും ഭാവനെയാണ്. നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നതെന്ന് അവൻ അവരോട് ചോദിക്കുന്നു. ഞങ്ങൾ മാസ്റ്ററെ പിന്തുടർന്ന് വന്നതാണെന്ന് അവർ പറഞ്ഞതും ഞാൻ ഹൂയിൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ആ റൂമിൽ നിന്ന് എന്തെങ്കിലും ഒച്ചപ്പാടുകൾ കേട്ടാൽ മാത്രമേ നിങ്ങൾ അകത്തേക്ക് കയറാവൂ, അല്ലാതെ നിങ്ങൾ ആ റൂമിലേക്ക് കയറരുത് എന്ന് പറഞ്ഞ് ജിൻ അകത്തേക്ക് കയറുന്നു. എന്നാൽ ഹൂയിൻ ഇത് കാണുകയും ചെയ്യുന്നു. ജിൻ അകത്തേക്ക് കയറി ഹൂയിനായി ചുറ്റും പരുതുന്നു. ഹൂയിൻ ജിന്നിൻ്റെ പുറകെ തന്നെ പോകുന്നു. എന്നിട്ടവൻ ജിന്നിനോടായി അല്ല നീ എന്താ അവിടെ നോക്കുന്നത്, എന്നോടും കൂടി ഒന്ന് പറ എന്ന് പറഞ്ഞതും ജിൻ തിരിഞ്ഞു നോക്കുന്നു. ജിൻ ഹൂയിനോടായി ഞാൻ ഇവിടെ വന്നത് നിനക്ക് നിൻ്റെ ദേഹത്ത് പറ്റിയ മുറിവിനുള്ള മരുന്നും കൊണ്ടാണെന്ന് അവൻ പറയുന്നു. ബെഡിലിരുന്നു കൊണ്ട് ജിൻ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഹൂയിൻ പെട്ടെന്ന് എഴുന്നേറ്റതും അവൻ എന്തോ തൻ്റെ ശരീരം തളരുന്നത് പോലെ തോന്നി അവൻ ആ ബെഡിലേക്ക് തന്നെ വീഴുന്നു. ജിൻ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ ദേഹത്ത് തളർച്ചയ്ക്കുള്ള മരുന്ന് പുരട്ടിയിരുന്നു, അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ തളർന്നു കിടക്കുന്നത് എന്ന് പറഞ്ഞ് ജിൻ ഹൂയിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. അവൻ്റെ ദേഹത്ത് നിന്ന് വസ്ത്രം മാറ്റി മുറിവ് പറ്റിയിട്ടുള്ള സ്ഥലത്തെല്ലാം ജിൻ മരുന്ന് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് ജിൻ ഹൂയിനോടായി നിൻ്റെ ഹൃദയം എന്താ ഇങ്ങനെ ഇടിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ തൊടാനായി പോയതും ഹൂയിൻ അത് തടയുന്നു. എന്നിട്ട് ആ കൈ പിടിച്ച് വെച്ചുകൊണ്ട് എഴുന്നേറ്റിരിക്കുന്നു. ഹൂയിൻ എഴുന്നേറ്റത് കണ്ടതും ജിൻ പേടിയോടെ നീ എന്താ എഴുന്നേറ്റത്, നിനക്ക് ഞാൻ തളരാനുള്ള മരുന്ന് തന്നതല്ലേ എന്ന് ജിൻ ചോദിച്ചതും നീ എന്താ കരുതുന്നത്, എന്നെ അത്ര വേഗം പറ്റിക്കാൻ പറ്റുമെന്നോ എന്ന് പറഞ്ഞ് ഹൂയിൻ ജിന്നിൻ്റെ കയ്യിലായി ഉമ്മ കൊടുക്കുന്നു. അവർ തമ്മിലുള്ള സീൻ കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ജാവനെയും ഭാവനെയും ഹൂയിൻ്റെ റൂമിൻ്റെ മുമ്പിലായി കിടക്കുന്നതായി കാണിക്കുന്നു. ധ്യാനത്തിലിരിക്കുന്നുണ്ടായ ഹൂയിൻ്റെ അടുത്തേക്ക് ജിൻ പോകുന്നു. എന്നാൽ ജിന്നിനെ മൈൻഡ് ചെയ്യാതെ ഹൂയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതും ജിൻ അവനോടായി നീ എന്താ എന്നെ മൈൻഡ് ചെയ്യാതെ, ഇന്നലെ രാത്രി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് അവൻ പറഞ്ഞതും ഹൂയിൻ ജിന്നിനെ താഴേക്ക് തള്ളിയിടുന്നു. ഒരുപാട് തവണ ഇങ്ങനെ തള്ളിയിട്ടതും ജിൻ വീഴുന്നത് കണ്ട് ഹൂയിൻ ചിരിക്കുന്നു. ഹൂയിൻ ചിരിക്കുന്നത് കണ്ട് ജിൻ അവനെ തന്നെ നോക്കി നിൽക്കുന്നു. ജിൻ നോക്കുന്നത് കണ്ട് ഹൂയിൻ എന്തോ പോലെ തോന്നി. അവൻ പുറത്തേക്ക് ഇറങ്ങിയതും പെട്ടെന്നാണ് അവൻ ഓർത്തത് ഇത് തൻ്റെ റൂമല്ലേ, താനെന്തിന് പുറത്തേക്ക് പോകണമെന്ന്. ജാവവും ഭാവവും ജിന്നിനെ നോക്കാൻ വേണ്ടി ഹൂയിൻ്റെ റൂം തുറന്നു നോക്കുമ്പോൾ കാണുന്നത് ഒറ്റയ്ക്ക് എന്തെല്ലോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തൻ്റെ തന്നെ കയ്യിൽ ഉമ്മ വയ്ക്കുന്ന ജിന്നിനെയാണ്. അവർ ആ ഡോർ അടച്ച് അവർ ജിന്നിനെ പറ്റി പറയുന്നു. ജിന്നിന് ഹൂയിനെ ഇഷ്ടമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതേസമയം ഹൂയിൻ ജിന്നുമായി നേരത്തെ നടന്ന കാര്യങ്ങളെപ്പറ്റി ഓർത്ത് ചിരിക്കുന്നു. അപ്പോഴവിടേക്ക് അവൻ്റെ ആളുകൾ വരുന്നു. അവർ അവനോടായി സൂ കുടുംബത്തിലെ ആളുകൾ മരിച്ചതിന് ശേഷം ജിൻ അവിടേക്ക് പോയിരുന്നു, അവനാണ് പിന്നീട് ആ കുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് അവർ അവനോട് പറയുന്നു. മാത്രമല്ല ആ പെൺകുട്ടിയുടെ ചേട്ടനും ജിന്നും നല്ല സുഹൃത്തുക്കളായിരുന്നെന്നും ആ പെൺകുട്ടിയുടെ വിവരങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ കാരണം തന്നെ ഹൂയിനാണെന്ന് അവർ അവനോട് പറയുന്നു. ഹൂയിൻ അവരോട് അക്കൗണ്ട് ബുക്ക് ഞാൻ അടുത്ത് തന്നെ കണ്ടുപിടിച്ച് കൊണ്ടുവരുമെന്ന് അച്ഛനോട് നിങ്ങൾ പറയണമെന്ന് അവൻ അവരോട് പറയുന്നു. എന്നാൽ അതിലൊരാൾ ഹൂയിനോടായി ഇന്ന് അക്കൗണ്ട് ബുക്ക് എടുക്കാൻ പറ്റിയ ദിവസമാണ്, പക്ഷേ മാസ്റ്റർ അതിന് സമ്മതിക്കാത്തതിൻ്റെ കാരണം ജിന്നല്ലേ, അവന് വേണ്ടിയിട്ടല്ലേ ഇന്ന് അക്കൗണ്ട് ബുക്ക് എടുക്കേണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞത്. മാസ്റ്റർ നിങ്ങളുടെ നിശ്ചയം മറ്റൊരു പെൺകുട്ടിയുമായി നടന്നതാണ് എന്ന് അവൻ പറഞ്ഞതും ഹൂയിൻ അത് ഇഷ്ടപ്പെടാതെ അവനെ അടിക്കുന്നു. അവൻ്റെ സഹോദരൻ അവനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഹൂയിനാണെങ്കിൽ നേരത്തെ റൂമിൽ വെച്ച് ജിന്നുമായി നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് ചിരിക്കുന്നു. ഇതേസമയം ജിൻ പനി കാരണം ആകെ വയ്യാണ്ടായി ജാവനെയും ഭാവനെയും സഹായത്തിനായി വിളിക്കുന്നു. എന്നാൽ അവർ കേൾക്കുന്നില്ല. പെട്ടെന്നാണ് ഡോറ് തുറന്ന് ആരോ അകത്തേക്ക് കയറിയത്. ജിൻ വിചാരിച്ചത് അത് പ്രേതമാണെന്നാണ്. അവൻ പേടിച്ച് പിറകിലേക്ക് നീങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് റൂമിൽ പ്രകാശം വന്നതും ജിന്നിന് മനസ്സിലായി അത് ഹൂയിനാണെന്ന്. അവൻ ആശ്വാസത്തോടെ ഇരിക്കുന്നു. ഹൂയിൻ ജിന്നിനെ താങ്ങിപ്പിടിച്ച് ബെഡിലിരുത്തുന്നു. ജിന്നിൻ്റെ നെറ്റിയിൽ തൊട്ട് നോക്കിയ ഹൂയിന് മനസ്സിലായി അവന് പനിയാണെന്ന്. ഇതേസമയം ജിന്നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുറിയിലേക്ക് ഹൂയിൻ്റെ ആളുകളിൽ ഒരാൾ കയറുന്നു. തങ്ങളുടെ റൂമിൽ ആരോ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ജിന്നിൻ്റെ അച്ഛൻ കണ്ണടച്ച് കിടക്കുന്നു. ഇതേസമയം ഹൂയിൻ്റെ ആൾ ആ റൂം മൊത്തം പരിശോധിക്കുന്നു. പെട്ടെന്ന് എന്തോ എടുക്കാൻ നിന്നതും ജിന്നിൻ്റെ അച്ഛൻ ഹൂയിൻ്റെ ആളെ ആക്രമിക്കുന്നു. അയാളെ തള്ളി മാറ്റിക്കൊണ്ട് ഹൂയിൻ്റെ ആൾ പുറത്തേക്ക് പോകുന്നു. ജിന്നിൻ്റെ അച്ഛൻ തൻ്റെ പടയാളികളോട് അവനെ പിടിക്കാനായി പറയുന്നു. ഹൂയിൻ്റെ ആൾ പിടിക്കപ്പെടും എന്ന അവസ്ഥ വന്നതും ഹൂയിൻ്റെ മറ്റേയാൾ വന്ന് ജിന്നിൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ കത്തിവെച്ച് അവൻ്റെ സഹോദരനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇവർ മാസ്ക് വെച്ചതിനാൽ തന്നെ ജിന്നിൻ്റെ അച്ഛന് ഇത് ഹൂയിൻ്റെ ആൾക്കാരാണെന്ന് മനസ്സിലായില്ല. ജിന്നിൻ്റെ അച്ഛന് പെട്ടെന്ന് വയ്യാതാവുന്നു. ഇതേസമയം ഹൂയിൻ ജിന്നിന് വേണ്ടി മരുന്ന് തയ്യാറാക്കി അവനെ കൊണ്ട് കൊടുപ്പിക്കുന്നു. ഇതേസമയം അവിടേക്ക് ഒരാൾ വന്ന് ജിന്നിൻ്റെ അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞ് ജിന്നിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു.
ജിൻ പോകുമ്പോൾ കാണുന്നത് വയ്യാതെ കിടക്കുന്ന അച്ഛനെയാണ്. ജിന്നിൻ്റെ പുറകെ തന്നെ വന്ന ഹുയിൻ ജിന്നിൻ്റെ അച്ഛൻ്റെ അവസ്ഥ കണ്ട് അയാളെ സഹായിക്കുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.